കരുവന്നൂർ കള്ളപ്പണക്കേസിലും പാതിവില ഹൈറീച്ച് തട്ടിപ്പ് കേസുകളിലും അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ഇ.ഡി. ഉദ്യോഗസ്ഥനും മാറ്റം. രാജേഷ് നായർക്കാണ് അന്വേഷണ ചുമതല. ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന പി. രാധാകൃഷ്ണനായിരുന്നു അന്വേഷണത്തിന് നേതൃത്വം നൽകിയിരുന്നത്. രാധാകൃഷ്ണനെ മറ്റൊരു യൂണിറ്റിലേക്ക് മാറ്റുകയായിരുന്നു. കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, കൂടുതൽ വിവരങ്ങൾ. വിനോദ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തലപ്പത്ത് പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ തന്നെയാണ് വലിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണ ചുമതലകളിൽ നിന്ന് ഉദ്യോഗസ്ഥർക്ക് മാറ്റമുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും പ്രമാദമായ ഹൈറിച്ച് കേസ്, ഒപ്പം തന്നെ വലിയ സാമ്പത്തിക തട്ടിപ്പുകളൊന്നാണ് ഈ ഹൈറിച്ച്. ഒപ്പം കുറ്റപത്രം, രണ്ടാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കാനിരിക്കുന്ന കരുവന്നൂർ കേസ്, അതിൽ അന്വേഷണം പൂർണ്ണമായതാണ്, ഏതാണ്ട് പൂർത്തിയായി. ഇനി കുറ്റപത്രം സമർപ്പിക്കാൻ മാത്രമാണ് ബാക്കിയുള്ളത്. മറ്റൊന്ന് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് പാതിവില കേസുമായി ബന്ധപ്പെട്ടാണ്. വലിയ വിവാദമായ, സംസ്ഥാനത്താകെ നടന്ന വലിയ സാമ്പത്തിക തട്ടിപ്പാണ്. ഈ കേസുകളുടെ ചുമതലയിൽ ഉണ്ടായിരുന്ന പി. രാധാകൃഷ്ണൻ, ഡെപ്യൂട്ടി ഡയറക്ടറായ പി. രാധാകൃഷ്ണനാണ് ഈ അന്വേഷണ ചുമതലകളിൽ നിന്ന് മാറ്റം വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ ഈ അന്വേഷണ ചുമതലകൾ ഉണ്ടായിരുന്ന യൂണിറ്റ് 2-ൽ നിന്ന് മാറ്റി പകരം 1-ന്റെ ചുമതലയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഈ 2-ന്റെ ചുമതലയിലേക്ക്, അതായത് പ്രധാനപ്പെട്ട കേസുകൾ അന്വേഷിക്കുന്ന യൂണിറ്റ് 2-ന്റെ ചുമതലയിലേക്ക് പുതുതായി എത്തുന്നത് ഉദ്യോഗസ്ഥൻ രാജേഷ് കുമാറാണ്. ഇതിന്റെ ചുമതല രാജേഷ് നായർക്കാണ് പുതുതായി ചുമതല വരുന്നത്. മാത്രമല്ല, ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഡീഷണൽ ഡയറക്ടർക്കും ഡെപ്യൂട്ടി ഡയറക്ടർക്കുമാണ് ഈ മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. അഡീഷണൽ ഡയറക്ടറുടെ ചുമതല ഇനി രാജേഷ് കുമാർ സുമൻ എന്ന ഉദ്യോഗസ്ഥനായിരിക്കും വഹിക്കുക. അദ്ദേഹത്തിനാണ് ഇനി ഈ 4 യൂണിറ്റുകളുടെയും, കൊച്ചി യൂണിറ്റിലെ 4 യൂണിറ്റുകളാണുള്ളത്. വിവിധ അന്വേഷണങ്ങൾ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ 4 ഇ.ഡി. യൂണിറ്റുകളാണ്. ഈ 4 ഇ.ഡി. യൂണിറ്റുകളുടെയും പൊതുവായ ചുമതല അഡീഷണൽ ഡയറക്ടർ രാജേഷ് കുമാർ സുമൻ ആയിരിക്കും ഇനി വഹിക്കുക. നിലവിൽ ദിനേശ് പരച്ചൂരി ആയിരുന്നു. അദ്ദേഹത്തിന് സ്ഥാനമാറ്റം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ഡൽഹിയിലെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്കാണ് പോകുന്നത്. അവിടെ മറ്റു നിരവധി പ്രമാദമായ കേസുകളുടെ അന്വേഷണ ചുമതലയിലേക്കാണ് അദ്ദേഹം മാറുന്നത്. നേരത്തെ സ്വർണ്ണക്കടത്ത് കേസിന്റെ അന്വേഷണ ചുമതലയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥനാണ് പി. രാധാകൃഷ്ണൻ. അദ്ദേഹത്തിന് പിന്നീട് ചെന്നൈയിലേക്ക് സ്ഥലം മാറ്റി. അതിനുശേഷം സ്ഥലം മാറ്റം ലഭിച്ചു. അതിനുശേഷം വീണ്ടും അദ്ദേഹം കൊച്ചി യൂണിറ്റിലേക്ക് തിരിച്ചെത്തുകയും യൂണിറ്റ് 2-ന്റെ ചുമതല വഹിച്ചു വരികയും ചെയ്യുകയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ മറ്റൊരു ഉദ്യോഗസ്ഥന് ചുമതല നൽകിയിരിക്കുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട അന്വേഷണങ്ങളുടെ ചുമതല കൂടുതൽ കാര്യക്ഷമമാക്കുക എന്നതടക്കമുള്ള നടപടികളുടെ ഭാഗമായിട്ടും, ഒപ്പം തന്നെ സ്വാഭാവികമായ ചില സ്ഥലം മാറ്റങ്ങൾ, നടപടിക്രമങ്ങൾ തന്നെയാണ് പൂർത്തിയാക്കുന്നത് എന്ന് തന്നെയാണ് ഇ.ഡി. വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഇത്തരത്തിലുള്ള പൊതു സ്ഥലം മാറ്റങ്ങൾ, ഒപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ തലപ്പത്തുള്ള മാറ്റങ്ങളെല്ലാം തന്നെ സ്വാഭാവികമായി ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. സ്വാഭാവിക മാറ്റങ്ങളാണ്. 2 വർഷവും 3 വർഷവും കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വാഭാവിക അന്വേഷണ തലപ്പത്തുള്ള മാറ്റമാണ് എന്ന കാര്യമാണ് പ്രധാനമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി പാതിവില തട്ടിപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ പുതിയ അന്വേഷണ സംഘം വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയായിരിക്കും ഇനിയുള്ള സമയത്ത് കടക്കുക. കാരണം നേരത്തെ ചില ചോദ്യം ചെയ്യലുകൾ പൂർത്തിയാക്കിയിരുന്നു, റെയ്ഡുകൾ അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കിയിരുന്നു. അതുപോലെ തന്നെ പി. രാധാകൃഷ്ണന്റെ ചുമതലയിൽ ഉണ്ടായിരുന്ന മറ്റൊരു കേസാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ്. അതിൽ ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചത് 2023 നവംബറിലാണ്. അതിനുശേഷം 2024 നവംബറിൽ കുറ്റപത്രം സമർപ്പിക്കാൻ, രണ്ടാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കാൻ ഇരിക്കുകയായിരുന്നു. അതിനിടയിൽ മറ്റു ചില കേസുകളുടെ ബാഹുല്യം കാരണം രണ്ടാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കുന്നത് വൈകി. തുടർന്നാണ് ഇപ്പോൾ മാർച്ച് അവസാനം കുറ്റപത്രം സമർപ്പിക്കാനിരിക്കുന്നത്. ഇതിന്റെ കരട് രൂപം തയ്യാറായി. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് കെ. രാധാകൃഷ്ണനെ അടക്കം സമൻസ് നൽകി വിളിച്ചു വരുത്താൻ ഇരിക്കുകയാണ് ഇ.ഡി. എം പി കെ. രാധാകൃഷ്ണൻ എം പി. മുൻ മന്ത്രിയാണ്, മുൻ സ്പീക്കറാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള പ്രതിരോധത്തിലേക്ക് ഈ ഒരു ഘട്ടത്തിൽ ആയിരുന്നു. ഈ അന്വേഷണങ്ങളെല്ലാം തന്നെ ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോവുക, ഏറ്റവും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ഒരു നടപടിയിലേക്ക് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുന്നത്. അതോടൊപ്പം തന്നെ അന്വേഷണത്തിന്റെ വിവിധ മേഖലകളിൽ പുതിയ ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തി, കൂടുതൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അന്വേഷണം കാര്യക്ഷമമാക്കുക എന്നത് തന്നെയാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് മലയാളിയായ രാജേഷ് നായർ കൂടി, ഡെപ്യൂട്ടി ഡയറക്ടർ രാജേഷ് നായർ കൂടി ഈ തലപ്പത്തേക്ക് എത്തുന്നതോടുകൂടി തന്നെ നിർണായകമായ ചോദ്യം ചെയ്യലുകൾ, ഒപ്പം തന്നെ മൊഴി രേഖപ്പെടുത്തലുകൾ എല്ലാം തന്നെ കൂടുതൽ കാര്യക്ഷമമായി പൂർത്തിയാക്കാൻ കഴിയുമെന്ന് തന്നെ അന്വേഷണ സംഘം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥരിലാണ് സ്ഥലമാറ്റം വന്നിട്ടുള്ളത്. കരുവന്നൂർ കള്ളപ്പണക്കേസും അതേപോലെ തന്നെ പാതിവില ഹൈറീച്ച് തട്ടിപ്പ് കേസുകളുമൊക്കെ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർക്കാണ് ഇപ്പോൾ സ്ഥലം മാറ്റം വന്നിരിക്കുന്നത്. രാജേഷ് നായർക്കാണ് പുതിയ അന്വേഷണ ചുമതല. ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന പി. രാധാകൃഷ്ണനായിരുന്നു അന്വേഷണത്തിന് നേരത്തെ നേതൃത്വം നൽകിയത്. രാധാകൃഷ്ണനെ മറ്റൊരു യൂണിറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരുണാകരൻ.
പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിൽ അമുസ്ലിങ്ങൾ നേരിടുന്ന മതപരമായ വിവേചനം തുറന്നു പറഞ്ഞ് ദാനിഷ് കനേറിയ തന്നോട് ഇസ്ലാം മതം സ്വീകരിക്കാൻ പലതവണ ആവശ്യപ്പെട്ടു. ഹിന്ദു ആയതുകൊണ്ടാണ് തൻ്റെ കരിയർ പാകിസ്ഥാൻ നശിപ്പിച്ചതെന്നും ദാനിഷ് കനേറിയ തുറന്നടിച്ചു.